ഹായ്, ഇന്ന് ഡേ 11 ആണ്. ചായ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ചായ, എപ്പോഴും ചായ എന്താന്ന്. ചായ നമ്മൾ ഡെയിലി എന്തായാലും രാവിലെയും വൈകിട്ടൊക്കെ കുടിക്കാറുണ്ട്. സോ അതുകൊണ്ട് ചായ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. പുഷപ്സ് ഫസ്റ്റ് സെറ്റ് നമ്മൾ ഗുസാറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഫസ്റ്റ് സെറ്റ് പുഷപ്സ് ചെയ്ത്. കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കുന്നുണ്ടായി, ബ്രോ എന്താണ് കഴിക്കുന്നത്, ഫുഡ് എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം ഡെയിലി. ഇപ്പോൾ നോർമലി നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, ഒരു 5 ടൈം മീലൊക്കെ എടുക്കുന്നുണ്ട്, ദെൻ റെസ്റ്റും പ്രോപ്പർ എടുക്കുന്നുണ്ട്. നമ്മുടെ പുഷപ്സിൻ്റെ കൗണ്ട് എപ്പോഴും 50 ആണ്. 50യുടെ 2 സെറ്റാണ് 100 ഒന്നാവുന്നത്. അങ്ങനെ 100ൻ്റെ 5 സെറ്റാണ് നമ്മൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 50 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതൊന്നുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് കഴിഞ്ഞ് ദെൻ സെക്കൻഡ് സെറ്റ് അത് ഗുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിനകത്തുള്ള ജിമ്മിലാണ്. അവിടെ സെക്കൻഡ് സെറ്റ് നമ്മൾ പുഷപ്സ് ചെയ്തു. പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡ് മെനു നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങും. അപ്പം ആൾക്കാർക്ക് ഡൗട്ടാണ്, കാരണം ഇത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് മസിൽ നമുക്ക് ഇഞ്ചുറി, ലിഗമെൻറ്റ്, ജോയിൻറ്റ്സ്, ആങ്കിൾസ് എല്ലാം പെയിൻ കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ച്വലി വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ബോഡി ഒരു ഫ്ലെക്സിബിളാണ്. അത്യാവശ്യം വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഹാർഡായിട്ട് ചെയ്യാനും എല്ലാം. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇതൊക്കെ ചെയ്താൽ എന്തായാലും ഉറപ്പായിട്ടും ഇഞ്ചുറി ആവും. അപ്പോൾ അവർ ഈ പറഞ്ഞ കണക്ക് പ്രോപ്പർ അവരുടെ ഫുഡായാലും റെസ്റ്റ് ആയാലും എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. സോ ഞാനതുകൊണ്ടാണ് 100 ഡേയ്സ് ചലഞ്ച് ഒറ്റ അടിയല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. എൻ്റെ എല്ലാം 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉറക്കം തന്നെ ആണെങ്കിലും ഒരു 8 മണിക്കൂർ എന്തായാലും ഉറങ്ങുന്നുണ്ട്. 8 അവേഴ്സ് സ്ലീപ്പിങ്, ഒരു 5 മീലെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണ്. നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് വർക്കിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ടൈം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുവാണ്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് ഫിനിഷായി. ദെൻ സെക്കൻഡ് സെറ്റ് പുള്ളപ്സ്. അതുപോലെ നമ്മൾ തേർഡ് സെറ്റ് പുള്ളപ്സ് അവിടെ തന്നെ ചെയ്തു. തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അത് ഫോർത്ത് സെറ്റാണ്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ് നമ്മളവിടെ ചെയ്യുകയാണ്. ഫോർത്ത് സെറ്റ് പുള്ളപ്സ്. ഞാൻ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മൾ 20യുടെയാണ്. 20യുടെ 5 സെറ്റാണ് നമ്മൾ പുള്ളപ്സ് ചെയ്യാറുള്ളത്. നമ്മൾ നോർമലി ഇത് ചെയ്യുമ്പോൾ നമുക്കിത് അപ്ഡേഷൻ ഉണ്ട്. അപ്ഡേഷൻ മീൻസ് നമുക്ക് കുറേ കൂടി കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 50 പുഷപ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഒരു 63, 65 ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇൻക്രീസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പുള്ളപ്സിലല്ല, കുറച്ച് വൈഡായതുകൊണ്ട് ഫുള്ള് അപ്പാകാൻ പറ്റുന്നില്ല. മറ്റേത് നോർമലി ഈ ഒരു ഗ്രിപ്പാണ്, ഇത് ഈ ഗ്രിപ്പാണ്, ഇത്രയേ പറ്റുന്നുള്ളൂ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ട്രൈ ചെയ്യായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പുള്ളപ്സ് കംപ്ലീറ്റ് ആക്കിയേക്കുവാണ്. ഇനി 300 പുഷപ്സ്, 1000 പഞ്ചസ്. പുള്ളപ്സിന് ശേഷം നമ്മുടെ തേർഡ് സെറ്റ് പുഷപ്സ് ആണ്. പുഷപ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് തേർഡ് സെറ്റ് പുഷപ്സ്. ഇപ്പോൾ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓരോ തവണയും നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുഷപ്സ് 50യുടെ 2 സെറ്റാണ് 100 എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 50യുടെ കൂടെ ഇപ്പോൾ 63 ആ റേഞ്ച് പോകുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് അത് ലാസ്റ്റ് നമുക്ക് ഒരു 50 ഡേയ്സ് നമുക്ക് പറയാം. 50 ഡേയ്സിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. 50 ഡേയ്സ് നമ്മൾ എത്രയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആൻഡ് 50 ഡേയ്സിൽ നമ്മൾ എത്ര പുള്ളപ്സ് ഇമ്പ്രൂവ് ആയി നമുക്ക് നോക്കാം. അത് നമ്മുടെ ഇത് തേർഡ് സെറ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. തേർഡ് സെറ്റ് പുഷപ്സ്. അത് നമ്മൾ നേരെ ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബിലാണ്. അവിടെ ഫോർത്ത് സെറ്റ് പുഷപ്സ് ടൈറ്റിൽ ബോക്സിംഗ് ക്ലബ്ബിൽ. ഇവിടെ അത്യാവശ്യം മ്യൂസിക്കൊക്കെ ഇടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി പഞ്ചിങ് ബാഗ് ഇടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ശോകം ഉണ്ടാവും.
ബാഗിൻ്റെ ഇടിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് ഒരു ഗുമ്മ്. ബട്ട് ആ സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളിവിടെ 4 സെറ്റ് പുഷപ്സും കംപ്ലീറ്റ് ചെയ്യുവാണ്. നമ്മൾ 4th സെറ്റ് പുഷപ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 400 ഫിനിഷ്. ഇതിനടുത്ത് നമ്മൾ നേരെ ബാഗിലോട്ടാണ്. 1000 പഞ്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. സൗണ്ട് നമ്മൾ മ്യൂട്ടാക്കിയേക്കുവാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അതും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ചൂയിങ്കം ചവയ്ക്കാതെ തന്നെ വർക്കൗട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ ചൂയിങ്കം ചവച്ചാൽ അത് ചിലപ്പോൾ അപകടം ഉണ്ടാവാൻ ചാൻസാണ്. നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ടൈമിൽ ഇത് തൊണ്ടയിൽ കുടുങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളാരും ഇത് കണക്കൊന്നും അനുകരിക്കരുത്, അത്ര തന്നെ. ഇത് ബാഗ് ഇടിക്കുന്ന ഒരു സൗണ്ട് കൂടെ ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുണ്ടാകത്തുള്ളൂ. ബട്ട് നമ്മൾ കുറേ കൂടി ഒന്ന് ബെറ്റർ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ 1000 പഞ്ചസും കുറച്ച് പവർ പഞ്ചസ് തന്നെ ആയിരിക്കും ഇടിക്കുന്നത്. ഇപ്പം നമ്മുടെ തുടക്കമാണ്, എന്നാലും നമുക്കൊരു അത്യാവശ്യം എൻഡുറൻസ് ആയിട്ടുണ്ട്. നമുക്ക് 1000 പഞ്ചസൊക്കെ ഇടിക്കുമ്പോഴുള്ള ഒരു ക്ഷീണം കുറവുണ്ട്. എന്തായാലും കണ്ടിന്യൂസ് നമ്മൾ 100 ഡേയ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. ഇപ്പം ഞാൻ വലിയ പവർ പഞ്ച് അല്ല ഇടിക്കുന്നത്. എൻ്റെ ഇതിൽ 1000 പഞ്ച് കംപ്ലീറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അത് ബാഗിൽ ഇടിക്കാന്നുമില്ല, പാഡിൽ ഇടിക്കാന്നുമില്ല. ഷാഡോ ബോക്സിങ് ആയാലും ഓക്കെയാണ്. അപ്പം ഷാഡോ ബോക്സിങ് ആയാലും ഓക്കെയാണ്. ഞാനും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പഞ്ചിങ് ബാഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാനിവിടെ ബാഗിൽ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മുടെ ബാഗ് വർക്കൗട്ട് മിക്കപ്പോഴും നമ്മൾ വലിയ പവറൊന്നും ഇല്ലാതാണ് ഇടിക്കുന്നത്. ബട്ട് നമ്മൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കണ്ടറിയണം. കുറേശ്ശെ നമ്മളത് പതുക്കെ അതിന് പവറും കൂട്ടുന്നുണ്ട്, സ്പീഡ് ആഡ് ചെയ്യുന്നുണ്ട്. സംടൈംസ് അതിന് സമയമില്ലാതെ വരുമ്പോൾ നമ്മൾ ഇത്തിരി സ്പീഡായിരിക്കും. നമുക്കിത് എപ്പോഴും പറയുന്ന കണക്ക് 1000 പഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ മതി. അല്ലാതെ പഞ്ചും ബാഗിലിടിക്കണമെന്നോ പഞ്ചും ബാഡിലിടിക്കണമെന്നോ ഒന്നും ഒരു നിബന്ധനയില്ല. സോ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ ഷാഡോ ബോക്സിങ് ചെയ്താലും ഓക്കെയാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ഇവിടെ ബാഗിൽ ചെയ്യുന്നതേ ഉള്ളൂ. കുറേ കൂട്ടുകാർ മോട്ടിവേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മളൊന്നുമില്ല ബ്രോ, മോട്ടിവേഷനൊന്നുമില്ല. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുക, അത്ര തന്നെ. ഉറപ്പായിട്ടും അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നടക്കും. പ്രവർത്തിച്ചാൽ നടന്നില്ലെങ്കിൽ ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നുമണിയോളം കിട്ടുമെന്ന് പറയുന്ന കണക്ക് നമ്മൾ വലിയ സ്വപ്നങ്ങൾക്ക് പുറകെ പോയാൽ അതിൻ്റെ മറ്റൊരു തലത്തിലെങ്കിലും നമുക്കത് ഉറപ്പായിട്ടും ഉപകരിക്കും. നമ്മളതിൻ്റെ പുറകെ പോയാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ നമുക്കത് ഉപകരിക്കും.
അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവർ വർക്കൗട്ട് ചെയ്യുക, അല്ലാത്തവർ നമ്മുടെ ലക്ഷ്യങ്ങൾ പഠിത്തം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒക്കെ നമുക്ക് അതിനെല്ലാം പ്രോപ്പർ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മളൊന്നും വേസ്റ്റായി പോവില്ല. എന്ത് ചെയ്താലും വേസ്റ്റായി പോവില്ല. ഓക്കെ, വർക്കൗട്ടെങ്കിൽ വർക്കൗട്ട്, പഠിത്തമെങ്കിൽ പഠിത്തം, ഇതൊന്നും വേസ്റ്റ് ആവില്ല. എല്ലാം നമുക്ക് എവിടെയെങ്കിലും ഉപകരിക്കും. അങ്ങനെ നമ്മുടെ 1000 പഞ്ച് ഫിനിഷ് ആവുകയാണ്. 1000 പഞ്ചസ് ഫിനിഷ്. പഞ്ചസ് കംപ്ലീറ്റ്. 100 പുഷപ്സ് ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ക്ഷീണമൊക്കെ നല്ല കുറവുണ്ട്. നമ്മൾ നല്ല ആക്റ്റീവായിട്ടുണ്ട്. സേഫ് ഇറ്റ്. ദാ ഫാറ്റ് കണ്ടീഷനൊക്കെ ഇതാണ്. കുറച്ച് ഫാറ്റുണ്ട്. നമ്മൾ അപ്ഡേഷൻ നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇതാണ്. സ്റ്റേ ഫിറ്റ്.